ഞാനിന്നിവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ്ഫുൾ ആവുന്ന കുറേ നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ. നമ്മൾ ഒത്തിരി സമയം നിന്ന് ചെയ്യുന്ന ജോലികളൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ തീർക്കാനുള്ള ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളുടെയൊക്കെ വാട്ടർ ക്യാൻ ഉണ്ടല്ലോ, ഇതുപോലെ വാട്ടർ ക്യാനിൽ നമ്മൾ ഡെയിലി നമ്മളിതിൽ വെള്ളമൊക്കെ ആക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് ജസ്റ്റ് നന്നായി ഒന്ന് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് നമുക്ക് ഡെയിലി നമുക്ക് ബ്രഷൊക്കെ ഇട്ട് നമ്മൾ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ നമ്മളിതുപോലെ ക്ലാസ് കഴിഞ്ഞൊക്കെ മക്കൾ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വാട്ടർ ക്യാനിൽ കുറച്ച് കല്ലുപ്പിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളം ചൂടുള്ള വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് വാട്ടർ ക്യാൻ്റെ പ്ലാസ്റ്റിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് തിളച്ച വെള്ളമൊന്നും അതിൽ ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ നന്നായി കുറച്ച് സമയം നന്നായി ഷെയ്ക്ക് ചെയ്യുക കേട്ടോ. ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ കല്ലുപ്പായതുകൊണ്ട് അതിനകത്തുള്ള അഴുക്കൊക്കെ പോകാനൊക്കെ പെട്ടെന്ന് നമുക്ക് ഹെൽപ്പാക്കും. നന്നായി അതങ്ങ് ഷെയ്ക്ക് ആകുമ്പോൾ അതിനകത്തുള്ള ചെറിയ വെള്ളത്തിൻ്റെ ആണെങ്കിൽ എന്ത് അഴുക്കുണ്ടെന്നുണ്ടെങ്കിലൊക്കെ നല്ല പോലെ തന്നെ അത് ക്ലീനായി കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മളത് കളഞ്ഞതിന് ശേഷം നമ്മൾ അതിലേക്ക് പിന്നെ സാധാരണ നോർമലായിട്ടുള്ള വെള്ളം ഒഴിച്ച് 1-2 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല പോലെ തന്നെ നമുക്ക് വാട്ടർ ക്യാൻ ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞങ്ങളതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അതേപോലെ ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് നിറയെ തന്നെ ഞാൻ ഇതുപോലെ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെയൊക്കെ വാഷർ ഉണ്ടല്ലോ, ഇതിപ്പോൾ ഗ്യാസ് കട്ട്, അപ്പോൾ അതിന് നമ്മൾ ഇതിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ എത്ര എണ്ണം ഉണ്ടോ അതുപോലെ നമ്മൾ കുക്കറിൻ്റെ മാത്രമല്ല നമ്മൾ മിക്സിയുടെയൊക്കെ വാഷർ ഉണ്ടാവുമല്ലോ, അതും നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ എടുത്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളിത് മുങ്ങി നിൽക്കുന്ന രീതിയിൽ നമ്മളിതുപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ചെറിയൊരു ഇതിന് വേണ്ടിയിട്ട് ഡിഷ് വാഷ് ലിക്വിഡ് ഉണ്ടെങ്കിൽ നമ്മളത് ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക. കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ നന്നായി ഒന്ന് ഉരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡയൊക്കെ ഉള്ളത് കാരണം നമുക്ക് പെട്ടെന്ന് ഇത് ക്ലീനാക്കി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഐസ് ക്യൂബൊക്കെ ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നമ്മുടെ ഈ കുക്കറിൻ്റെയൊക്കെ ഇതുപോലുള്ള ഗ്യാസ് കട്ടൊക്കെ കുറച്ച് സമയം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഐസ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് ലൂസായിട്ടുള്ളതൊക്കെ നമുക്ക് നന്നായി ഒന്ന് ടൈറ്റായി കിട്ടാനൊക്കെ ഹെൽപ്പാക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് ഇതുപോലെ ഒന്ന് ആക്കിയാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും സാധിക്കും. അതുപോലെ നമ്മൾ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ നമുക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഐസ് ക്യൂബ് ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ നമ്മളിതുപോലെ ഐസ് ക്യൂബ് കുറച്ച് സമയം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലൂസായിട്ട് ഈ ഗ്യാസ് കട്ട് ലൂസായിരിക്കുന്ന ആ ഒരു പ്രോബ്ലം പൂർണ്ണമായി തന്നെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതുപോലെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനാക്കി എടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇതിലൊക്കെ അഴുക്കൊക്കെ കൂടുതലായി നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുക്കർ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടയ്ക്ക് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുക്കർ ഇടയ്ക്ക് റിപ്പയറിന് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പോൾ അതേപോലെ അടുത്ത ഇത് ഞാനിവിടെ ഒരു പൈനാപ്പിൾ ചക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളത് വല്ല സലാഡിന് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ ഒരെണ്ണം ഫുള്ളായി തന്നെ നമുക്ക് ആവശ്യം വരില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിതിൻ്റെ പകുതി എടുത്തിട്ട് പകുതി നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കും. അപ്പോൾ ഫ്രിഡ്ജിനകത്ത് വെക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ബോക്സിനകത്ത് ആക്കി വെക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളിതുപോലെ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പ് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബാക്ടീരിയ കയറുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും കേട്ടോ. യാതൊരു ഇതും വരില്ല. പിന്നെ നമ്മളിത് ബോക്സിനകത്താക്കി വെക്കുക അല്ലെങ്കിൽ കവറിനകത്താക്കി വെക്കുക, അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലിം ഫിലിം വെച്ചിട്ട് നമ്മൾ കവർ ചെയ്താലും മതിയാവും കേട്ടോ. പക്ഷേ നമ്മൾ ഉപ്പ് ജസ്റ്റ് ഒന്ന് ഇടണമെന്ന് മാത്രം. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സവോളയും ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഒരെണ്ണം ഫുള്ളായി ആവശ്യം വരില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ അതിലേക്ക് കുറച്ച് ഉപ്പ് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു ബോക്സിനകത്തോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ചില്ല് പാത്രത്തിൽ ഇതുപോലെ കമിഴ്ത്തി ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുക കേട്ടോ. പിന്നെ മാക്സിമം നമ്മൾ ഒരു 1-2 ദിവസത്തിൽ കൂടുതൽ നമ്മൾ സവോള സ്റ്റോർ ചെയ്ത് വെക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ നമുക്ക് പാത്രങ്ങളൊക്കെ കൂടുതലായിട്ട് കഴുകാനുള്ള സമയത്ത് നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ വാളൻ പുളിയൊക്കെ കറിക്ക് ആവശ്യമായിട്ട് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ വരുന്ന ഈ വാളൻ പുളിയൊക്കെ ഉണ്ടല്ലോ, നമ്മളിതുപോലെ അതിൻ്റെ നീര് പിഴിഞ്ഞെടുത്തതിൻ്റെ ആ ഒരു വേസ്റ്റ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിഷ് വാഷ് ലിക്വിഡ് ആണെങ്കിൽ അത് നമ്മൾ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് വിംബാറേ ഉള്ളൂ കേട്ടോ, സോപ്പാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ അതിലുള്ള ആ ഒരു എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് അതിൻ്റെ സീഡൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമ്മളിതുപോലെ ഒരു സൈഡിൽ കുറച്ച് വിംബാറും കൂടെ മിക്സാക്കി വെച്ചതിന് ശേഷം നമ്മളിത് യൂസ് ചെയ്തിട്ട് പാത്രം കഴുകണമെന്നുണ്ടെങ്കിൽ എത്ര കറ പിടിച്ച പാത്രമാണെങ്കിലും നമുക്ക് ക്ലീൻ ആക്കാം. അതേപോലെ സ്റ്റീൽ പാത്രമൊക്കെ എല്ലാം പോലെ തന്നെ ഷൈനിങ് ആയി കിട്ടാനും, അതേപോലെ സെറാമിക് കപ്പ് ചില്ലിൻ്റെ പാത്രങ്ങളൊക്കെ ഈ ഒരു പുളി നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ അത് യൂസ് ചെയ്തിട്ട് പാത്രം കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ ക്ലീനായി കിട്ടും. നല്ല ഷൈനിങ് കിട്ടാനും
അതിൽ എത്ര കറയുള്ളതാണെങ്കിലും നമ്മൾ ക്ലീൻ ആക്കി എടുക്കാനൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയിപ്പോൾ അതേപോലെ അടുത്തൊരു ടിപ്പ് കേട്ടോ, ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായി തിളച്ചതിന് ശേഷം നമ്മൾ തലയിലൊക്കെ ഹെയർ ബൺ ഇടില്ലേ, ഇതുപോലത്തെ ചെറിയ ഹെയർ ബൺ ഉണ്ടല്ലോ, അത് കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ലൂസാവും. ഇപ്പം നല്ല തിക്കുള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എത്ര ചെറിയ ബണ്ണ് നമ്മൾ വാങ്ങിയാലും അത് ഇതുപോലെ ലൂസായിക്കോളും. അങ്ങനെ ലൂസാവുന്ന ബണ്ണിനെ നമ്മൾ ഈ ഒരു ചൂടുള്ള വെള്ളത്തിലേക്ക് ഒരു 2 സെക്കൻഡ് ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ അത് നോർമലായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ കിട്ടുന്ന രീതിയിൽ വളരെ ടൈറ്റായി തന്നെ കിട്ടും. ആ ലൂസായിട്ടുള്ള ആ ഒരു ഹെയർ ബണ്ണിൻ്റെ ആ ഒരു എലാസ്റ്റിക് നല്ലപോലെ തന്നെ ടൈറ്റ് ആവാൻ ഹെൽപ്പ് ആക്കും കേട്ടോ. അപ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസാവുന്ന സമയത്ത് നമ്മളതിനെ കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാണ്ട് നമ്മൾ കളയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യാതെ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്. ഇതുപോലത്തെ ബണ്ണുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് ലൂസാകുമ്പോൾ തന്നെ ഇതുപോലെ ഒന്ന് തിളച്ച വെള്ളത്തിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ തന്നെ നമ്മൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ ഇത്രയും വലിയ ബണ്ണ് ഞാനൊന്ന് ഇട്ട് നോക്കിയിട്ടോ. ഇത് നമ്മൾ കോട്ടൺ അല്ല, നമ്മൾ ഇതുപോലെ തുണി യൂസ് ചെയ്തിട്ടുള്ള ബണ്ണാണ്. പക്ഷേ ഇത് എനിക്ക് അത്ര വർക്കായി തോന്നിയില്ല. പക്ഷെ എന്നാലും നേരത്തെ ഉള്ളതെന്ന് വെച്ച് കുറച്ച് ടൈറ്റായി വരുന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് നമ്മൾ വാങ്ങുന്ന രീതിയിൽ നമുക്ക് ടൈറ്റായി കിട്ടിയില്ല കേട്ടോ. എങ്കിലും ഒരുവിധം നമുക്ക് ഒന്ന് ഓവർ ലൂസ് ഉള്ളത് നമുക്കൊന്ന് ചെറുതാക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ തന്നെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ. അതേപോലെ എൻ്റെ വീഡിയോസിൽ കുറേ നല്ല റെസിപ്പീസും കേക്ക് റെസിപ്പീസും വീട്ടമ്മമാർക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് ചെന്ന് കണ്ടു നോക്കുക. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും നിങ്ങൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളിതുപോലെ ബണ്ണെല്ലാം തന്നെ നമ്മൾ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഞാനിപ്പോൾ ഒരു ബണ്ണും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഹെയർ ബണ്ണും കൂടി ഇട്ടിട്ടുണ്ട്. ഇതും നമുക്ക് ഒന്ന് ജസ്റ്റ് ടൈറ്റായി കിട്ടിയിട്ടുണ്ട്, നല്ലപോലെ ടൈറ്റായി കിട്ടിയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ചെറിയ ബണ്ണുകളുണ്ടല്ലോ, ആ ബണ്ണ് നമ്മൾ സ്കൂളിലേക്കൊക്കെ മക്കൾ പോകുമ്പോൾ നമ്മൾ പിന്നീട് ഇട്ട് കൊടുക്കുന്ന റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ബണ്ണുണ്ടല്ലോ, ആ ബണ്ണ് നന്നായി തന്നെ നമുക്ക് അത് ഇതുപോലെ വെള്ളത്തിലിട്ടപ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടിയിട്ടോ. കണ്ടില്ലേ, നല്ലപോലെ തന്നെ ടൈറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ വീഡിയോ യൂസ്ഫുൾ ആകണമെങ്കിൽ വീഡിയോക്ക് നല്ല കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ ഇതേപോലെ തന്നെ അടുത്ത നല്ല ഇൻട്രസ്റ്റിങ്ങും എല്ലാ വീട്ടമ്മമാർക്കും ഒരേപോലെ യൂസ്ഫുൾ ആവുന്ന വളരെ നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.